ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് കേട്ടോ. മോൻ്റെ സ്കൂൾക്ക് പേരൻസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഫെല്ലിയും മാഷിമോനും പറഞ്ഞു ഞങ്ങളും ഉണ്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. ഒരു സ്കൂളൊന്നും കണ്ടിട്ടില്ല പറഞ്ഞുകൊണ്ട് നിങ്ങളൊറ്റയ്ക്ക് പോകണ്ട ഞങ്ങളും പോരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോരുകയാണ് കേട്ടോ. അവർ സ്കൂളുണ്ട്, സ്കൂൾ ലീവാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ട്. മുറ്റം പണിയാണ്. JCB ഒക്കെ കണ്ടില്ലേ, പണിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തായാലും നിർബന്ധമായിട്ട് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. എക്സാമൊക്കെ കഴിഞ്ഞ കാരണത്താൽ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മളിവിടെ നാട്ടിലുള്ള മാതിരി ഇല്ലല്ലോ. അപ്പോൾ ഒരു ദിവസത്തെ മെനക്കെടാണ് അങ്ങനെ പോവുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും എന്നൊന്നും പോകാൻ കഴിയൂലല്ലോ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഉണ്ടായപ്പോൾ ആദ്യമായിട്ടാണ് മീറ്റിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ മീറ്റിങ്ങിന് പോകുന്നത്. പിന്നെ ഞങ്ങൾ വഴിയിൽ ഇറങ്ങിയിട്ടോ. ഞങ്ങളൊരു 6 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടത്. അപ്പോൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഹോട്ടലിൽ. വണ്ടിയിലിരുന്ന് കണ്ട് ആകെ ടയേർഡാവും കേട്ടോ. ഒരു സുഖം ഉണ്ടാവില്ല വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴേ. ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കാണ്ട് ഒന്ന് റിലാക്സ് ആവണം, എന്നാലേ രസമുള്ളൂ. വണ്ടിയിൽ പറ്റ ചടച്ചിരിക്കണം കേട്ടോ. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും ഒരു ഇതല്ലല്ലോ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പം അങ്ങനെ മസാല ദോശയാണ് കേട്ടോ ഇതാക്കിയത്, ഓർഡറാക്കിയത്. മാനകാക്ക പിന്നെ ഇഡ്ഡലി ഓർഡർ ചെയ്തു. മസാല ദോശയൊന്നും അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇഡ്ഡലിയാണ് അവർ തിന്നണത്. അങ്ങനെ മസാല ദോശയും വടയും കണ്ട ഓളൊറ്റക്ക് തിന്നോളാം പറഞ്ഞുകൊണ്ട് ഞാനും എനിക്കും ഓക്കും കൂടി വാങ്ങിയതാട്ടോ. പക്ഷെ ഓളൊറ്റക്ക് തിന്നോളാം പറഞ്ഞുകൊണ്ട് ഓൾ വലിയ ആളായി തിന്നാൻ നിൽക്കണം കേട്ടോ. വീട്ടിൽ പണിക്കാരുണ്ട്, അവർക്ക് ഫുഡ് ഓനോട് പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ മസാല ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ മസാല ദോശ. അതിൻ്റെ മസാല ഒന്നും ഒരു ടേസ്റ്റും ഇല്ല. എന്താ അതിൻ്റെ പേര്, പഴയിടം രുചി എന്നാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര്. പക്ഷെ ഒരു പച്ചവെള്ളത്തിന് കൊള്ളൂല, അങ്ങനത്തെ ഒരു ഫുഡായി പോയിട്ടോ. ഏതായാലും കുറച്ച് കഴിച്ചാണ് ഞങ്ങളവിടെ ബാക്കി വെച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ഇപ്പം നമുക്ക് മുഴുവനാക്കാൻ പറ്റുള്ളൂ. ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ തന്നെ കയറി കേട്ടോ. ആശുമനൊക്കെ ഉറങ്ങിയിട്ട് ആകെ ക്ഷീണിച്ചിരിക്കണം കേട്ടോ. മുഖമൊക്കെ ഒരു വാടി കൊണ്ടാണ്. പിന്നെയും ചായ കുടിച്ചപ്പോഴാണ് പിന്നെ ഒരു ഉഷാറായത് ഓൾക്കൊക്കെ. അപ്പം അങ്ങനെ ഓലിങ്ങനെ കണ്ണും കൊട്ട് സംസാരിച്ച് ഇങ്ങനെ കളിക്കണം കേട്ടോ അതിമിങ്ങനെ. അപ്പം ഇങ്ങനെ ഒപ്പനൻ്റെ ഒരു ഇതിങ്ങനെ കണ്ടപ്പോൾ രസം കണ്ടപ്പോൾ അപ്പോൾ ആ കൈ ഇങ്ങനെ കുട്ടി കൊടുക്കണം കേട്ടോ അവളെ. ഇങ്ങനെ അടിപൊളി ഒരു ഒപ്പന ഇട്ടിരുന്നു. അപ്പം ഇനി കോപ്പിറൈറ്റ് വരും വിചാരിച്ചാണ്ട് പിന്നെ അതിമക്ക് ഇതാക്കാൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്കൂളെത്താനായിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിനാണ് കേട്ടോ കോളേജ്, സ്കൂളല്ല കോളേജാണ്. കോളേജ് എത്താനായിട്ടുണ്ട്. അപ്പം അങ്ങനെ കോളേജ് എത്തി. ഞങ്ങൾ ഉച്ച സമയത്താണ് കേട്ടോ, ഒരു 2 മണിക്കാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ അപ്പോൾ അവിടെയുള്ള ടീച്ചർമാർ ഇറങ്ങുമ്പോൾ ഫുഡ് കഴിച്ചിക്കാണ്ട് പോരി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ശാലുവിനെയും കൂട്ടിക്കാണ്ട് ഓനെയും കൂട്ടി ഫുഡ് കഴിക്കാൻ പോയി. ഓനക്കറിയാം റെസ്റ്റോറൻറ്റ്. ഓൻ ഇടയ്ക്കൊക്കെ അവിടെ നിന്ന് കോളേജിൽ നിന്ന് വരുന്നതാണല്ലോ കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തത്. കണ്ടിട്ട് ആ ഒരു ഇതും ഹോട്ടലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ഫുഡാണെന്ന് തോന്നി കേട്ടോ. കഴിച്ച് നോക്കിയാൽ അറിയാം, കണ്ടിട്ട് കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്.
അപ്പോൾ ഓന് പറഞ്ഞ് നല്ല ടേസ്റ്റാണ്, ഞങ്ങൾ ഇവിടുന്ന് വാങ്ങലുണ്ട്, ഞങ്ങളിവിടെ നിന്ന് കണ്ടാണ് പാർസലൊക്കെ വാങ്ങി പോവൽ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പം അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു ഇത്. എന്താണ് സമാമോ അങ്ങനെ എന്തോ ഒരു തമാം, തമാമാണ്, സമാമല്ല, തമാം എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്, നല്ല ഹോട്ടൽ കേട്ടോ. പിന്നെ ഓനക്കും എൻ്റെ ഫ്രണ്ട്സുകൾക്ക് ലേസം ഫുഡ് അവിടുന്ന് വാങ്ങി സ്കൂൾക്ക് കൊണ്ടുപോയി, കോളേജിലേക്ക് കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോരുമ്പോൾ ഓനാണ് ഡ്രൈവ് ചെയ്തത് കേട്ടോ. ഷാലു ലൈസൻസൊക്കെ കിട്ടിയണേ അവനക്ക്. അപ്പോൾ വണ്ടി വാങ്ങി കൊടുത്തിട്ടില്ല, അപ്പം കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ വാങ്ങി കൊടുക്കുക. അപ്പോൾ ഏതോ ലെവലിൽ വെല്ലമോൾ ഇരിക്കണം കേട്ടോ. അപ്പം ഞാൻ അവളെ കളിയാക്കിയതാണ്. ഏകാന്തതയുടെ ആണ് പാട്ടടിക്കാണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ രാത്രിയായി, ഇനി അടുത്ത വീഡിയോസിൽ ഇനി കാണാം കേട്ടോ. ഞങ്ങളൊന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നാളെ കാണാം.